നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂളും എക്സാം സെൻറ്ററും പിന്നെ പ്ലാനിങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിലാണ്. സോ എനിക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ പ്രിപ്പറേഷൻ്റെ സ്റ്റേജിലായിരിക്കും. ഇപ്പോൾ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ എല്ലാവരും റിവിഷൻ്റെ ഒരു സ്റ്റേജിലായിരിക്കും. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സാം ഷെഡ്യൂൾസിനെ കുറിച്ചും അതിൻ്റെ സെൻറ്റേഴ്സിനെ കുറിച്ചും പിന്നെ അതുപോലെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് കാണുന്ന സമയത്ത് നിങ്ങളത് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, സോ ദാറ്റ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ രണ്ടാമതും എടുത്തൊന്ന് കാണാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് അറിയാം, നമുക്കൊരു എക്സാം ടൈം ടേബിൾ ഉണ്ടാകും. ചിലപ്പോൾ അത് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഓൾറെഡി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഡേറ്റിനായിരിക്കും ഇന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തരുന്നത്. ഓക്കെ, സോ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ തന്നെ ആവണം എന്നില്ല നിങ്ങളുടെ ഫൈനൽ ടൈം ടേബിളിൻ്റെ സമയത്തും വരുന്നുണ്ടാവുക. ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഒന്ന് നോക്കി വെക്കുക, പക്ഷേ ആ എക്സാമിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും മിക്കവാറും. സോ ടൈം ടേബിൾ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളത് എഴുതിയിട്ട് നമ്മുടെ പഠിക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോ ഡേറ്റിലെയും ഓരോ എക്സാമിലെയും ഇത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട്, ഇത്ര ദിവസം ഗ്യാപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ അത് നമ്മുടെ ഒരു ടേബിളിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എക്സാം അടുത്താണ്, എക്സാമിന് പഠിക്കണം, നമ്മൾക്ക് ചെറുതായിട്ടൊരു മടി വന്നാൽ കൂടിയിട്ട് എന്താണ് എക്സാമിന് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ആ ഒരു ടൈം ടേബിൾ ഒട്ടിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടും. സോ അത് നിങ്ങൾ ടൈം ടേബിൾ കിട്ടിയ ഉടനെ തന്നെ ചെയ്യാം. പ്ലസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിക്കാനുള്ളൊരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഹോൾ ടിക്കറ്റിൻ്റെ കാര്യമാണ്. ഹോൾ ടിക്കറ്റ് ഈ പറഞ്ഞ പോലെ വന്നിട്ടില്ല, അടുത്ത് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഹോൾ ടിക്കറ്റ് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് സ്റ്റുഡൻസിന് ഹോൾ ടിക്കറ്റ് ആ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ മെൻറ്റേഴ്സ് ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ടാകും, പക്ഷേ സ്റ്റുഡൻസ് മോസ്റ്റ്ലി അത് പിന്നെ ഡൗൺലോഡ് ചെയ്യാം, എക്സാം ആകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലമുണ്ട്. സോ അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എക്സാമിന് തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുമ്പൊക്കെ ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി കൂടുതലാണ്. സോ അങ്ങനെ സൈറ്റ് ഹാങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഹോൾ ടിക്കറ്റ് എക്സാമിന് തലേന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ പാനിക് ആവും. നമ്മളിത് യൂഷ്വലി സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ പാനിക് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യും. മെൻറ്റേഴ്സിനും ആ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സൈറ്റ് എല്ലാവർക്കും ഒരേ സൈറ്റ് തന്നെയാണ് അല്ലേ. സോ നമ്മളും ആ സമയത്ത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്നാൽ കൂടി നമ്മുടെയും സൈറ്റ് ഹാങ് ആണ്, നമുക്കും അവിടെ ഒരു ലിമിറ്റേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഈ പാനിക് ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് ബ്ലാങ്ക് ഔട്ട് ആവും അല്ലേ. സോ അതിനുള്ളൊരു ഇട വരുത്തരുത്. നിങ്ങൾ ആ ലിങ്ക് കിട്ടിയ ഉടനെ തന്നെ മേക്ക് ഷുവർ യു ഡൗൺലോഡ് ദി ഹോൾ ടിക്കറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് വിത്ത് യു. പ്ലസ് ഹോൾ ടിക്കറ്റ് എപ്പോഴും അതിൻ്റെ ഒരു കോപ്പി അപ്പം തന്നെ പ്രിൻ്റ് എടുക്കുക. പോയിട്ട് ഇൻ കേസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അന്ന് ആ ഒരു സമയത്ത് എക്സാമിൻ്റെ സമയത്ത് പ്രിൻ്റ് എടുക്കാം എന്ന് വെച്ചാലും ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ബാക്കപ്പ് പോയിട്ടോ അല്ലെങ്കിൽ അറിയാണ്ട് ഡിലീറ്റ് ആയിട്ടോ ഒക്കെ ഹോൾ ടിക്കറ്റ് പോകാനുള്ള ചാൻസും പോസിബിലിറ്റിയും ഉണ്ട് അല്ലേ. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ മേക്ക് ഷുവർ നിങ്ങളത് പ്രിൻ്റ് എടുത്ത് വെക്കുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാം. ആൻഡ് പ്രിൻ്റ് എടുക്കുമ്പോൾ 2 കോപ്പി അല്ലെങ്കിൽ 3 കോപ്പി എക്സ്ട്രാ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇതെന്തിനാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ ആദ്യത്തെ ഒരു എക്സാമിന് പോയിട്ട് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലേ, അവിടെ കടന്ന് നമ്മൾ പാനിക് ആവേണ്ട ഒരു അവസ്ഥ വരും, നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾ ടിക്കറ്റ് മിസ്സായി എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കോപ്പി എങ്കിലും എടുത്ത് കാണിക്കാനായിട്ട് ഉണ്ടാവണം. ബിക്കോസ് ഇത് ഒരു കോളേജ് എക്സാം അല്ലെങ്കിൽ ഒരു +2 ബോർഡ് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതേ രീതിയിലാണ് ഈ ഒരു എക്സാം നടത്തുന്നതും.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ കയ്യിൽ 2 3 നമ്മൾ എങ്ങനെയാണോ 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ 2 3 എക്സ്ട്രാ ഹോൾ ടിക്കറ്റ് കരുതിയ പോലെ തന്നെ നിങ്ങൾ ഇപ്രാവശ്യവും 2 3 എക്സ്ട്രാ ഹോൾ ടിക്കറ്റ് കരുതുക. സോ ദാറ്റ് അവിടെ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതുന്ന ആ ഒരു കണ്ടീഷൻ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം അല്ലേ. നമ്മുടെ എൻവയോൺമെന്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് കാമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോൾ ടിക്കറ്റിന്റെ കാര്യം പ്രത്യേകം പ്രിന്റ് എടുത്ത് 2 3 കോപ്പി എക്സ്ട്രാ പ്രിന്റ് എടുത്തിട്ട്, അപ്പോൾ കളർ വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്തയായിരിക്കും. കളർ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല, ഡസൻറ്റ് മാറ്റർ കേട്ടോ. കളർ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും അത്ര ഒരു ഡിഫറൻസ് വരുന്നില്ല. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം, അത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഉള്ള ആൾക്കാരുണ്ടാകും, ഫോട്ടോ ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. ഫോട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കളർ പ്രിന്റ് എടുക്കുകയാണ്, ഒരു കോപ്പിയെങ്കിലും കളർ പ്രിന്റ് എടുക്കുകയാണ് നല്ലത്, ഫോട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോ ഇനി ഇല്ലാത്ത ആൾക്കാരുണ്ടാകും, അതായത് പ്രിന്റിങ് ആ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ ചിലപ്പോൾ ആ ഒരു ഫോട്ടോയുടെ കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 3 എണ്ണം പേഴ്സിൽ കയ്യിൽ വെച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോവാം. ഇൻ കേസ് മിക്കവാറും അവർ നിങ്ങളടുത്ത് ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി പറയും. ഒരു ഫോട്ടോ എന്തായാലും ഒരു ഹോൾ ടിക്കറ്റിൽ ഒട്ടിക്കാം, ബാക്കി ഹോൾ ടിക്കറ്റ്സിൽ ഫോട്ടോ ഒട്ടിക്കാതെ തന്നെ, കോപ്പിയിൽ ഫോട്ടോ ഒട്ടിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് കൈ കരുതുക. ഇൻ കേസ് കോപ്പി എടുക്കാനുള്ള ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഫോട്ടോ കാണിച്ച് ഒട്ടിച്ച ഹോൾ ടിക്കറ്റ് കാണിച്ചാൽ മതി. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ഫോട്ടോ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ഫോട്ടോ ഇല്ലാത്തതാണെങ്കിൽ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ ഒട്ടിക്കുമെന്ന് മേക്ക് ഷുവർ ചെയ്യുക. മൂന്നാമത് ID കാർഡാണ്. നിങ്ങൾ എത്ര പേര് ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. യൂഷ്വലി നമ്മൾ സ്റ്റുഡൻസിൽ കാണാനുള്ള ബിഹേവിയർ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാറില്ല. അവർ എക്സാം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകും. അപ്പോൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക, ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് കയ്യിൽ വെക്കുക. സോ നിങ്ങൾ ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ID കാർഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ആൻഡ് ID കാർഡ് ലാമിനേറ്റ് എടുക്കുന്നവരുണ്ട്, കളർ കോപ്പി എടുക്കുന്നവരുണ്ട്, എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ID കാർഡിൻ്റെ 2 3 കോപ്പി കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ID കാർഡ് ഒരു കോപ്പി മിസ്സായാലും നിങ്ങളുടെ കയ്യിൽ 2 3 കോപ്പി എക്സ്ട്രാ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ നിങ്ങൾ മിസ്സായാലും അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ, അതായത് ഹോൾ ടിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ID കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം ടേബിൾ കറക്റ്റ് ടൈം ടേബിളിൽ ഏത് ഡേറ്റിനാണോ ഏത് എക്സാം എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ സ്റ്റഡി സെൻറ്റർ അല്ലെങ്കിൽ എക്സാം സെൻറ്റേഴ്സിൻ്റെ സ്ഥലം കൊടുത്തിട്ടുണ്ടാകും. ചിലവർക്ക് സ്റ്റഡി സെൻറ്റർ തന്നെയായിരിക്കും എക്സാം സെൻറ്റർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവുക, ചിലവർ വേറെ എക്സാം സെൻറ്റർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സാം സെൻറ്ററിനെ നിങ്ങൾക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അത് ഒരു കാര്യമാണ്, അത് പലവർക്കും അറിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കൊടുക്കുന്ന ചോയ്സ് തന്നെയായിരിക്കും നമുക്ക് എക്സാമിന് കിട്ടുക, അല്ല. അത് എത്ര പേര് ആ ഒരു എക്സാം സെൻറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം സെൻറ്റർ ഏതാണ് അത് ഉറപ്പ് വരുത്തുക. എക്സാം സെൻറ്റർ നിങ്ങൾ കൊടുത്തതാണോ കൊടുക്കാത്തതാണോ, പുതിയ എക്സാം സെൻറ്റർ ആണോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക. ഇൻ കേസ് നിങ്ങൾ കൊടുക്കാത്ത ഓപ്ഷനാണ് എക്സാം സെൻറ്ററിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് അപ്പം തന്നെ നോക്കി വെക്കുക, എത്ര ദൂരമുണ്ട് പോകാനുള്ളത് നോക്കി വെക്കുക. ഇതൊക്കെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എത്ര മണിക്കൂർ മുമ്പ് നിങ്ങൾ ഇറങ്ങണം അല്ലേ. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര മണിക്കൂർ മുമ്പ് ഇറങ്ങണം, ഏത് ബസ് പിടിക്കണം, എത്ര മണിക്കുള്ള ബസ്സാണ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മണിക്കുള്ള ടാക്സിയാണ് പിടിക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയാറ് എക്സാം സെൻറ്ററിൽ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ മേക്ക് ഷുവർ യു റീച്ച് ദെയർ കേട്ടോ. അപ്പോൾ അരമണിക്കൂർ മുമ്പേ എന്ന് പറഞ്ഞാൽ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടാകും ഓൾറെഡി, പക്ഷേ അരമണിക്കൂറിന് മുമ്പ് തന്നെ മേക്ക് ഷുവർ ചെയ്യാൻ നിങ്ങൾ എത്തുന്നുണ്ട്. ഇൻ കേസ് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ലൈക്ക് ഹോൾ ടിക്കറ്റ് മിസ്സാവുക, ID കാർഡ് മിസ്സാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ മുമ്പ് എത്തിയതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് അരമണിക്കൂർ മുമ്പ് എക്സാം സെൻറ്ററിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എക്സാം സെൻറ്ററിൽ ക്യാരി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു, അതൊക്കെ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എൻറോൾമെന്റ് നമ്പർ ആണ്. ഹോൾ ടിക്കറ്റിൽ ഒരു എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ID കാർഡിലും ഹോൾ ടിക്കറ്റിലും ഒക്കെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാകും. സോ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ കറക്റ്റായിട്ട് എൻറോൾമെന്റ് നമ്പർ എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക.
ഓക്കെ. ചിലവർ ജസ്റ്റ് ഒരു വട്ടം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ എൻറോൾമെന്റ് നമ്പർ എഴുതി പോകും അല്ലേ. സോ അങ്ങനെ ആവുമ്പോൾ എന്താണ്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ മാറിപ്പോയത് വേറൊരു സ്റ്റുഡൻറ്റിന്റെ എൻറോൾമെന്റ് നമ്പർ ആവും. അപ്പോൾ നിങ്ങളുടെ ആൻസർ പേപ്പർ അത് വേറൊരു സ്റ്റുഡൻറ്റിന്റെ ആൻസർ പേപ്പർ ആയിട്ട് മാറും. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ നിങ്ങൾ നിങ്ങളുടെ തന്നെ എൻറോൾമെന്റ് നമ്പർ ആണ് എഴുതുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക, റീചെക്ക് ചെയ്യുക. എക്സാം തുടങ്ങുമ്പോഴും ചെക്ക് ചെയ്യുക, എക്സാം കഴിയുമ്പോഴും നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ റീചെക്ക് ചെയ്യുക, നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് സപ്ലിമെൻ്ററി ഷീറ്റ്സ് ഒന്നും സാധാരണ സ്റ്റഡി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറില്ല. സപ്ലിമെൻ്ററി ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഷീറ്റ് ഉണ്ട് അല്ലേ, ആ ആൻസർ ഷീറ്റ്സ് ചിലപ്പോൾ 30 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 35 പേജുകൾ ഉണ്ടാകും. അത്രയും പേജസിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് എക്സ്ട്രാ ഷീറ്റ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യം തന്നെ എത്ര പേജ് ഉണ്ട് നോക്കുക. 30 ആണെങ്കിൽ 30 പേജിൽ കൊള്ളിക്കുന്ന ആൻസർ ആയിരിക്കണം നിങ്ങൾ എഴുതാൻ. നിങ്ങൾ പേജ് ഒന്നും കണക്കൊന്നും നോക്കാണ്ട് എല്ലാം അങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ നിന്നാൽ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻ എഴുതാൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മാർക്കാണ് അവിടെ പോകുന്നത് അല്ലേ. സോ എല്ലാം എന്താണ്, നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എത്ര പേപ്പർ ഉണ്ട്, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ 1.5 പേജ് വെച്ചിട്ട്, അപ്പോൾ 10 മാർക്കിൻ്റെ ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഞാനൊരു 3 പേജ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പേപ്പർ ഫുള്ളാക്കാനും അല്ലെങ്കിൽ കറക്റ്റായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. സോ നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോയി ഇങ്ങനെ നമുക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ടാവും അല്ലേ, അതായത് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കാം ചെയ്തിട്ട് ഒരു കൂൾ ഓഫ് ടൈം ആയിട്ട് അവർ തരും. അപ്പോൾ ആ സമയത്തായിരിക്കും ഇവർ ഈ എക്സാമിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടത്തുന്ന. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ടുള്ളൊരു ടൈമിനെയാണ് നമ്മൾ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു ടൈം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറത്തെ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മാർക്ക് നോക്കുകയില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ആൻസർ ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് മാർക്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ ആൻസർ ചെയ്തത്. എല്ലാ മാർക്കിനും നിങ്ങൾ ഒരേപോലെ 3 പേജ് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും. അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ 5 മാർക്കിന് 3 പേജ് എഴുതുകയാണെങ്കിൽ 1.5 പേജ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുള്ളൂ മാക്സിമം അല്ലേ. സോ അതുകൊണ്ട് എക്സാം എഴുതുന്ന സമയത്ത് മാർക്ക് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ മാർക്കിന് എഴുതുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓരോ ക്വസ്റ്റ്യനും എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി റീകൺഫേം ചെയ്യുക. ഞാൻ ഇന്ന ക്വസ്റ്റ്യൻ തന്നെയല്ല എഴുതുന്നത്, ഞാൻ ഇന്ന ക്വസ്റ്റ്യൻ നമ്പർ തന്നെയല്ലേ ഞാൻ ഇതിൻ്റെ ഇട്ടത് എന്നുള്ളതൊക്കെ റീകൺഫേം ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. കാരണം നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ചിലപ്പോൾ 5 എന്നുള്ളത് 6 ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ആൻസർ തെറ്റായി പിന്നെ അല്ലേ. സോ അവിടെ നമ്മൾ അത്രയും നമ്മുടെ ടൈം, എഫേർട്ട്, എനർജി അല്ലേ, ഇതെല്ലാം വെറുതെ ആവും, വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് എഴുതുക. ആൻഡ് സപ്ലിമെൻ്ററി ഷീറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ചങ്ങ് വെക്കുക കേട്ടോ. സപ്ലിമെൻ്ററി ഷീറ്റ് കിട്ടില്ല നിങ്ങൾക്ക്, അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പേപ്പർ എഴുതാനും പ്ലാൻ ചെയ്യാനും ആൻസർ എഴുതാനും. ഓക്കെ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ കൂൾ ഓഫ് ടൈമിൻ്റെ ആ സമയത്ത് നമുക്ക് ആൻസർ പേപ്പർ കിട്ടും. ആൻസർ പേപ്പറിൽ നമ്മുടെ സൈനും ആസ് വെൽ ആസ് ഇൻവിജിലേറ്ററിൻ്റെ സൈനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ സൈൻ ഇടാൻ മറന്നുപോയ എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റീകൺഫേം ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങൾ സൈൻ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇൻവിജിലേറ്ററും അതിൽ സൈൻ. നമുക്കറിയാമല്ലേ, നമ്മളിതൊക്കെ പണ്ട് +2-ലും 10ാം ക്ലാസ്സിലും എക്സാം എഴുതുന്ന സമയത്ത് നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരാൾ വന്നിട്ട് സൈൻ ചെയ്യുക. അപ്പോൾ അവിടെ സൈൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇൻ കേസ് നമ്മൾ സൈൻ ചെയ്തിട്ട് ഇൻവിജിലേറ്റർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയുക ഇവിടെ സൈൻ ഇട്ടിട്ടില്ല എന്നുള്ളത്. ബിക്കോസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും സൈൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെയും ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ അവിടെ സൈൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഓക്കെ. സോ സൈൻ ഇട്ടിട്ടില്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് വിളിച്ചിട്ട് മാം സൈൻ ഇട്ടിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുക. ആൻഡ് അവരത് സൈൻ ഇട്ടോളും. ഓക്കെ. ആസ് വെൽ ആസ് നിങ്ങളുടെ സൈനും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് മുഖ്യമാണ്. ഓക്കെ. പിന്നെ എക്സാം സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം സെൻറ്റർ മാറിപ്പോകരുത്. നമ്മുടെ അതേ എക്സാം സെൻറ്ററിൽ തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാം പഠിച്ച് നല്ല മിടുക്കിയായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയി. പക്ഷെ എന്ത് പറ്റി, എക്സാം സെൻറ്റർ മാറിപ്പോയി. ഓക്കെ. അതായത് നമ്മൾ ഹോൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എക്സാം സെൻറ്റർ അത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക, എക്സാം സെൻറ്റർ അത് തന്നെയാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് വേണം എക്സാം സെൻറ്ററിലേക്ക് പോകാനായിട്ട്. എക്സാം സെൻറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ
നിങ്ങളിപ്പോൾ ഒരു സെൻറ്ററിലേക്ക് പോകുന്നതിന് പകരം വേറൊരു സെൻറ്ററിലേക്ക് പോയി അവർ എക്സാം എഴുതാൻ സമ്മതിക്കില്ല നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അവിടെ കൊടുത്തിട്ടില്ല ആൻഡ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റില്ല എന്നുള്ളത് തന്നെ അവർ പറയും. നിങ്ങളുടെ ഒരു കൊല്ലം ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാൻസ് നിങ്ങളുടെ എക്സാം എഴുതാനുള്ള ആ ഒരു സബ്ജക്റ്റ് എക്സാം എഴുതാനുള്ള ചാൻസ് നിങ്ങളെ പോകും. അപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ അല്ലേ ഒരു ചാൻസ് നമ്മുടെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം കൊണ്ട് മാത്രം അവിടെ നമ്മുടെ ചാൻസ് വേസ്റ്റ് ആവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി എക്സാം വരുന്നത് ഡിസംബറിലായിരിക്കും. അപ്പോൾ ഡിസംബറിൽ നമുക്ക് ഇതേപോലെ ഇതേ കണ്ടീഷനിൽ ഇതേ എൻവയോൺമെന്റിൽ നമുക്ക് പഠിക്കാൻ പറ്റിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ, ആ ഒരു ഫോക്കസ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാം സെൻറ്റർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, അവിടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിസേബിൾഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് മുമ്പ് റീജിയണൽ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റീജിയണൽ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അവരൊരു പെർമിഷൻ ലെറ്റർ തരും നിങ്ങൾക്ക്. അവിടുന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു അരമണിക്കൂർ റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ കോംപ്ലിമെൻ്ററി ടൈം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ RCനെ കോൺടാക്ട് ചെയ്യുക. RC അവിടെ നിന്ന് നിങ്ങൾക്കൊരു പെർമിഷൻ ലെറ്റർ തരും. ആ പെർമിഷൻ ലെറ്റർ നിങ്ങൾ കൊണ്ടുപോയിട്ട് എക്സാം സെൻറ്ററിൽ എവിടെയാണോ എക്സാം എഴുതുന്നത് ആ ഒരു ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എത്രയാണോ RC തന്ന ആ ഒരു കോംപ്ലിമെൻ്ററി ടൈം, അപ്പോൾ അത് ചിലപ്പോൾ ഇഗ്നോറിന് ഒരു റൂളൊക്കെ ഉണ്ടാവും, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്ര സമയം എക്സ്ട്രാ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് RC നിങ്ങളുടെ പെർമിഷൻ ലെറ്ററിൽ ഇത്ര സമയമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാകും. ആ ലെറ്റർ നിങ്ങൾ എക്സാം സെൻറ്ററിൽ ഇൻവിജിലേറ്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് ഇത്രയും സമയം നിങ്ങൾക്ക് എക്സ്ട്രാ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. സോ ഇത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ റൈറ്റ് ആണത് അല്ലേ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ് ആണത്. ആ റൈറ്റ് നിങ്ങൾ മേടിച്ചെടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, എനിക്ക് സമയമൊന്നും വേണ്ട, ഞാൻ എഴുതിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കാതെ, ഇച്ചിരി സമയം കിട്ടിയാലും എന്താ, നിങ്ങൾക്ക് കുറച്ച് 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ റൈറ്റ് ആണെന്നുള്ളത് നിങ്ങൾ അത് മനസ്സിൽ വെച്ചേക്കുക, നിങ്ങളുടെ റൈറ്റ് ആണത്, അത് നിങ്ങൾ ചോദിച്ചു തന്നെ മേടിക്കുക. ഓക്കെ, സോ ആ ഒരു കാര്യം ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗാഡ്ജറ്റ്സ് അലൗഡ് അല്ല. ഓക്കെ, സ്മാർട്ട് വാച്ചസ് അതുപോലെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ സ്റ്റാറ്റ് ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ മാത്രമാണ് അലൗഡ്. അതുപോലെ സ്മാർട്ട് വാച്ചസ്, ആപ്പിൾ വാച്ചസ്, സാംസങ് വാച്ചസ്, സ്ക്രീനുള്ള ഒന്നും അലൗഡ് അല്ല. ഓക്കെ, ഫോൺ അലൗഡ് അല്ല. അതുപോലെ ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഓർണമെൻറ്റ്സും ചെക്ക് ചെയ്യും. സോ നിങ്ങൾ മേക്ക് ഷുവർ നമ്മൾ കഴുത്തിൽ സ്വർണവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ജസ്റ്റ് ആദ്യത്തെ എക്സാമിന് നിങ്ങൾക്ക് പോകുമ്പോൾ ഇൻ കേസ് നിങ്ങളുടെ എക്സാം സെൻറ്റർ അത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത എക്സാം തൊട്ടിട്ട് അത് ഇടണ്ടല്ലോ. അപ്പം ആദ്യത്തെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് എക്സാം എഴുതാൻ പോവുക വീട്ടിൽ തന്നെ. ബിക്കോസ് ആ ഒരു സമയത്ത് നിങ്ങളടുത്ത് പറയാണ് എക്സാം എഴുതാനായിട്ട് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അന്ന് ആ ഒരു സമയത്ത് സ്വർണ്ണമൊക്കെ അവിടെ ഊരി വെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻസെക്യൂർ ആവും, ഇത്രയും സ്വർണ്ണം ബാഗിൽ കിടപ്പുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ അനാവശ്യ ടെൻഷൻസ് ഒന്നും എടുക്കണ്ട. ഇതൊക്കെ ഊരി വെച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകാൻ. സ്മാർട്ട് വാച്ചസ് ഇതൊന്നും പാടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻസേഴ്സ് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ ഇതൊന്നും പോസിബിൾ അല്ല. ഹിന്ദിയിൽ പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യണം അഡ്മിഷൻ്റെ ടൈമിൽ. അങ്ങനെ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഹിന്ദിയിൽ ആൻസർ എഴുതാൻ പോസിബിലിറ്റി ഉള്ളൂ. നമ്മൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാടാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ മലയാളം എന്തെങ്കിലും ഒരു ലൈൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചാൻസ് ആണ് വീണ്ടും അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. ക്വസ്റ്റ്യൻ പേപ്പറോ ആൻസർ പേപ്പറോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറഞ്ഞ പോലെ ചില സെൻറ്റേഴ്സും എക്സാം സെൻറ്റേഴ്സ് നിങ്ങളടുത്ത് പറയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോളാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ആൻസർ പേപ്പർ എന്ത് വന്നാലും നിങ്ങൾ അറിയാതെ പോലും വീട്ടിലേക്ക് എടുക്കരുത് കേട്ടോ. അത് വീണ്ടും നമ്മുടെ മാർക്കിന് അതൊക്കെ ബാധിക്കും. പിന്നെ നമ്മുടെ റിസൾട്ട് വരില്ല, നമ്മളവിടെ ഫെയിലായിട്ട് കാണിക്കും, അപ്പിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ കാണിക്കും. ഓക്കെ, ആൻഡ് രണ്ടാമതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക. ഹാൾ ടിക്കറ്റ്, ID കാർഡിൻ്റെ കോപ്പി ഇതെല്ലാം കയ്യിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ടത്. സോ ഈ പ്ലാനിങ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ 1 വീക്ക് ബിഫോർ തന്നെ നിങ്ങളുടെ ബാഗൊക്കെ റെഡി ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്.
ഇൻ കേസ് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിൻ്റെ അടുത്തോ ഈവൻ സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ കോർഡിനേറ്ററിൻ്റെ അടുത്തോ ഒക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. എന്നിട്ട് നന്നായിട്ട് പോയിട്ട് ഒരു കാം റിലാക്സ്ഡ് മൈൻഡിൽ തന്നെ നന്നായിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഐ എം ഷുവർ നിങ്ങൾ ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാംനെസ് ഫീൽ ചെയ്യും എക്സാം എഴുതുന്ന സമയത്ത്. കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അനാവശ്യ ടെൻഷൻസും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ടി വരില്ല. നിങ്ങൾ പഠിച്ചത് അങ്ങനെ നിങ്ങൾക്ക് ആൻസർ പേപ്പറിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.